കോതമംഗലം കോട്ടപ്പടി വാവേലിയിൽ പട്ടാപ്പകൽ ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാന കൂട്ടമെത്തിയത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി. കോട്ടപ്പടി പഞ്ചായത്തിൽ വാവേലിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് 10ഓളം ആനകൾ വനാതിർത്തിയിൽ തമ്പടിച്ചത്. കോതമംഗലം വാവേലിയിൽ പട്ടാപ്പകൽ ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാനക്കൂട്ടമെത്തിയത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി. കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് 10ഓളം ആനകൾ വനാതിർത്തിയിൽ തമ്പടിച്ചത്. പ്രദേശവാസിയായ ജുവൽ ജൂഡിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിരോധം തീർക്കുകയായിരുന്നു. ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിന്റെ മെയിൻ പ്രശ്നത്തിലൊന്നാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്ന സംഭവം. ഇതുപോലെ എല്ലാ ദിവസവും ആന കൃഷിയിടത്തിലേക്ക് ഇറങ്ങി, ഇന്നലെ രാത്രി മുഴുവൻ ആന കൃഷിയിടത്തിലേക്ക് ഇറങ്ങി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഇപ്പം സമയം 4 മണി 4:30 ആവണുള്ളൂ. ഈ സമയത്ത് ആന എവിടെ ഈ ഫെൻസിങ്ങിന്റെ അടുത്ത് വന്നിരിക്കുക. ഈ കാണുന്ന ഈ അക്വേഷ്യ, ഈ നമ്മുടെ മഹാഗണി പട്ട കാണുന്നതൊക്കെ പട്ടയടച്ച് കരടയ്ക്കുന്ന ഭൂമിയെ കാണുന്നത്, ഈ മഞ്ഞൾ കൃഷി മുഴുവൻ ഇതൊക്കെ ആന. ഈ ഇത്ര ആന ഒന്ന് നിരന്ന് നടന്നു പോയാൽ തീരാവുന്ന കൃഷിയല്ലേ ഇതൊക്കെ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ജീവനും സ്വത്തിന് ആര് സംരക്ഷണം തരും? വന്യമൃഗശല്യം അതിരൂക്ഷമായ പ്രദേശമാണിത്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവമാണ് കാട്ടാനശല്യം വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത്. ആനകൾ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. 5 സെന്റ് സ്ഥലവും ഞങ്ങളുടെ ജീവനും മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ലെങ്കിൽ വേറെ ഒന്നും ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാനൊന്നുമില്ല. പണമുള്ളവർ സ്ഥലവും മേടിച്ച് അവർ പെരയും പണിത് അവർ ആളുകൾ ഇട്ടു പോവുക. ഒന്നാന്തരം പെര പണത്തച്ച് ഇട്ടു പോവുക. ഞങ്ങൾക്ക് വേറെ ഒരു രൂപ പോലും കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവർ ഉപേക്ഷിച്ച് പോവാ. കുറച്ചെങ്കിലും കാശുള്ളവൻ ദൂരം മാറി വീട് വാങ്ങിക്കും. ഇപ്പൊ 100 5 സെന്റിലും 10 സെന്റിലും താമസിക്കുന്നവർ എങ്ങനെ റീബിൽഡിംഗ് പദ്ധതിയോ കൊണ്ടുവന്നു, പകുതി വഴിക്ക് അത് ഉപേക്ഷിച്ചു. അങ്ങനെയും കിട്ടുന്ന കാശും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവൻ രക്ഷിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ചിട്ട് അതും നടപടിയില്ല. അപ്പൊ അതും പകുതി വഴിക്ക് സർക്കാർ ഉപേക്ഷിച്ചാണ്. ഇവിടെ എങ്ങും ആർക്കും ആ പദ്ധതി ഇപ്പൊ കിട്ടുന്നില്ല. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.